തുടങ്ങിയോ? Hi all, welcome back my show. We are invite Radish Krish. Hi. Hi. സൂപ്പർ സ്റ്റാർ AGP മെഗാസ്റ്റാർ ആറാട്ടെന്ന് പുതിയ സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ഒരു ആക്ടർ, ജസ്റ്റ് an actor. നമ്മളിപ്പോ ഒരുപാട് പടങ്ങളില് ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ട്രാൻസ്, അബ്രഹാമിന്റെ സന്തതികള്, പോസ്റ്റാന്റെ പറമ്പ്, മാമാങ്കം, ഇപ്പൊ വരാൻ പോകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്താണ് പറയാ? ഇത്ര വലിയൊരു പടത്തിന്റെ ഭാഗമായതിലുള്ള സന്തോഷത്തിലാണ്. ഇത്രയും നാളായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ സിനിമ റിലീസാവാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയൊരു പടത്തിൽ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതാണ് ഇപ്പോഴത്തെ റൈറ്റ് നൗ. സുരേഷ് ഗോപി സാറിന്റെ ബർത്ത്ഡേ ആണ്, അറിയാം. സുരേഷ് ഗോപിന് മനസ്സിലാൻ കൊണ്ട് എന്ത് പറയാൻ? ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി, ബിക്കോസ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞേക്കുന്ന കണക്ക് ഒരു സോൾ ക്യാരക്ടറാണ് പുള്ളി. ഇറ്റ്സ് എ ഡിവൈൻ സോൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. അങ്ങനെ എന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ചൂടാവുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടപ്പോഴൊക്കെ അത്യാവശ്യം കൂളായിരുന്നു. അത് ദ വേ ഹീസ് റെൻഡറിങ്, പുള്ളി ആ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്ന സാധനമുള്ളൂ. ഡയലോഗ് ഡെലിവറി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡിഫറെന്റ് ആണ്. അത് സുരേഷ് ചേട്ടൻ പെർഫോം ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം ഒരു താളമുണ്ട്, ഒരു ഋതമുണ്ട് പുള്ളി. കാരണം അതെങ്ങനെ പറ്റുന്നു എന്ന് നമുക്കത് മനസ്സിലാവില്ല. കാരണം സുരേഷ് ചേട്ടന്റെ ആ താളം മലയാളികൾക്കെല്ലാം സുപരിചിതമായ താളമാണ്. ആ താളം വേറൊരാൾക്ക് താളം എടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോ തന്നേക്കുന്ന ആ ഡയലോഗ് ഡെലിവറി ഒരിക്കലും പുള്ളിയുടെ പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ആ റിതം താളം, പുള്ളിക്കുള്ള താളം ഓഡിയൻസിന് അറിയാം, മലയാളികൾക്ക് അറിയാം. അങ്ങനെ വണ്ടർ അടിച്ച് നോക്കിയിട്ടുണ്ട്. അത് ഞങ്ങളൊരു പ്രൊമോഷൻ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞ ആറാട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഹി ഈസ് ലൈക്ക്, പുള്ളി ഭാര്യയുടെ കേസ് വരെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പടം കാണും, രതീഷ് അഭിനയിക്കുന്ന പടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് അല്ലേ. അപ്പൊ അപ്പോഴാണ് മാധവ് എടുത്തു സംസാരിച്ചു, ഇങ്ങനെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ മാധവ് പറഞ്ഞു. ഇല്ല, ഫാമിലി ആയിട്ടൊന്നുമില്ല. മക്കള് രണ്ടുപേരും. കാരണം മുതുകവിലാണ് ഞാൻ തുടങ്ങുന്നത്. മുതുകവ് ഗോകുൽ ഹീറോ ആണ്, ഞാൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ അന്ന് തൊട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ JSK'ക്കകത്ത് അനിയനുമായിട്ടും അഭിനയിച്ചു. രണ്ടുപേരുടെ ആദ്യ പടത്തിൽ എന്തോ നിമിത്തം പോലെ അതിനൊരു ഭാഗ്യം കിട്ടി. മാധവ് കോമ്പിനേഷൻ സീനിലുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഈ ഫിലിം നിങ്ങൾ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് വേണ്ട നിങ്ങളുടെ വൈഫിനോടുള്ള? ഈ പേഴ്സണലും ഒഫീഷ്യലും എല്ലാം കൂടി കണക്ട് ചെയ്തതാണല്ലേ. ഡെഫിനറ്റ്ലി മൈ വൈഫ്, മൈ ഡാഡ്, പിന്നെ എന്റെ ഫ്രണ്ട്സ്, എല്ലാവരും. കാരണം ഈ ഒരു ജേർണി അത് അത്ര എളുപ്പമുള്ള ജേർണി അല്ല. I was like working for EDC Creative Technology Solutions. ഞാൻ ഒരു മാർക്കറ്റിംഗ് ഹെഡ് ആയിരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. ആ ചോദ്യം ലൈക്ക് സുരേഷ് ചേട്ടന്റെ എക്സ്പീരിയൻസ് മാധവിന്റെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ദിസ് ഇസ് ഗോൺ ബി മാധവ്സ് ഫസ്റ്റ് എന്നുള്ള സാധനം. ഐ ഫീൽ JSK is going to be മാധവ് സുരേഷ് ഫസ്റ്റ് മൂവി. സൂപ്പർ സ്റ്റാർ പദവി പുള്ളിക്ക് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അവര് അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അയാൾ അങ്ങനെ വെച്ചിട്ട് അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത് എനിക്ക് ഭാവിയിൽ ദോഷം വരും എന്നുള്ള രീതിയിൽ ഭാവി ഭൂത വർത്തമാന പരിപാടികൾ അനലൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടി സാധാരണക്കാർക്ക് ഇല്ല.